പറഞ്ഞല്ലോ പെരിന്തൽമണ്ണയിലെ അൺഎയ്ഡഡ് കോളേജ് എയ്ഡഡ് ആക്കാൻ വേണ്ടി ഇനി മുട്ടാത്ത വാതിലുകളിൽ അദ്ദേഹം അപേക്ഷ കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. ഉമ്മൻചാണ്ടിയോട് അന്ന് ചോദിച്ചിരുന്നു എന്ന് പറയുന്നു. പിണറായി വിജയൻ ഇവിടെയുണ്ട് 9 വർഷമായി. പോലും അനുവദിക്കാത്തവർ 10 എങ്ങനെയാണ് സാറേ അനുവദിക്കുക? അല്ല, അദ്ദേഹം കൊടുത്ത ഒരു അപേക്ഷയെങ്കിലും കാണിക്കാമോ എന്നുള്ളതാണ് നേരത്തെ ഡോക്ടർ ഫസൽ ഗഫൂർ ചോദിച്ചത്. അപേക്ഷയുണ്ടോ? പ്രിന്റ് പറയേണ്ടത് പ്രിന്റ് പറയേണ്ടത് ഇന്ന ദിവസം വെള്ളാപ്പള്ളി നടേശനെയോ ഏതെങ്കിലും രീതിയിൽ ഒരു സാധാരണ ഒരു മാനേജ്മെന്റ് വിദ്യാഭ്യാസ സ്ഥാപനം നടന്ന ഒരാളല്ല. എല്ലാ ഗവൺമെന്റുകൾ വരുന്ന സമയത്തും കൃത്യമായിട്ട് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കുന്ന സംവിധാനമാണ് എസ്.എൻ. ട്രസ്റ്റും വെള്ളാപ്പള്ളി അപേക്ഷ കൊടുത്തിരുന്നോ? പറഞ്ഞിട്ടില്ല വാർത്താ സമ്മേളനത്തിൽ, അതല്ലേ ചോദിച്ചത്. വാർത്താ സമ്മേളനത്തിൽ ബാക്കിയുള്ളവരെ അധിക്ഷേപിച്ച് പറയുമ്പോൾ ഞാനിതാ ഇന്ന ദിവസം അപേക്ഷ കൊടുത്തു, ഇന്ന സർക്കാരുകൾക്ക് കൊടുത്തു എന്നതിന് കോമൺ സെൻസ് താങ്കൾക്കാണില്ലാത്തത്. കോമൺ സെൻസ് താങ്കൾക്കാണില്ലാത്തത്. കാരണം ഈ 9 കൊല്ലത്തെ കുറിച്ച് നിശബ്ദത പാലിക്കുമ്പോൾ അല്ലല്ല, വെള്ളാപ്പള്ളി 9 കൊല്ലത്തിൽ ഇടത് സർക്കാരിനോട് കാണിക്കുന്ന വിധേയത്വം അല്ലെങ്കിൽ അതിൽ കാണിക്കുന്ന നിശബ്ദതയോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? നിങ്ങളൊരു BJP പ്രതിനിധിയല്ലേ, ഒന്ന് പറയൂ. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയ നിലപാട് അതിന് ഞങ്ങൾ യോജിക്കുകയോ വിയോജിക്കുന്നു ഞങ്ങളുടെ അഭിപ്രായമേല അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അത് അദ്ദേഹമാണ് പറയുന്നത്. ഞങ്ങൾ പറയുന്നു മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകളുണ്ട്. ആ പ്രസ്താവനകളിൽ ചില ശരിയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഇന്നലത്തെ താങ്കൾ ഈ പറയുന്ന സമുദായത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു. അത് പൊതുജനത്തെയല്ല, സമുദായത്തെ. ആ സമുദായത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഈ മലപ്പുറം ഒരു രാജ്യമാണെന്നും അത് ഒരു പ്രത്യേക സംസ്ഥാനമാണെന്നും അവിടെ ശ്വാസം മുട്ടുന്നു എന്നുമുള്ള വെള്ളാപ്പള്ളിയുടെ വാദങ്ങളോട് BJP യോജിക്കുന്നുണ്ടോ? അല്ല, നോക്കൂ, മലപ്പുറത്തിന്റെ പാരമ്പര്യം തുഞ്ചന്റെയും അതുപോലെ തന്നെ മേൽപ്പത്തൂരിന്റെയും പൂന്താനത്തിന്റെയും ഒക്കെ പാരമ്പര്യം മലപ്പുറത്തിനുണ്ട്. സ്മൃതി അങ്ങ് കോഴിക്കോട്ടുകാരിയാണെങ്കിൽ ഈ ചരിത്രമൊക്കെ അറിയാലോ. പക്ഷെ അതോടൊപ്പം തന്നെ മനസ്സിലാക്കണം, മലപ്പുറം ജില്ലയിൽ നിങ്ങൾ നോക്കൂ, സത്യത്തിൽ പാണക്കാട് സുൽത്താനേറ്റ് അല്ലേ മലപ്പുറം ഭരിക്കുന്നത്? നിങ്ങൾ നോക്കൂ, നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണ് കേരളം. ജനാധിപത്യ സംവിധാനത്തിൽ ഭരണഘടനയ്ക്ക് വിധേയമായിക്കൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. പാണക്കാട് സുൽത്താനേറ്റ് അല്ലേ ഇപ്പോഴും മലപ്പുറം ജില്ലയെ ഭരിക്കുന്നത്, ഈ മുസ്ലിം രാഷ്ട്രീയത്തെ ഭരിക്കുന്നത്, മുസ്ലിം സമുദായത്തെ ഭരിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേക രീതിയിലുള്ള സംവിധാനത്തിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം പറയുമ്പോൾ അതെന്താണ് തെറ്റ്? ഇപ്പോഴും നോക്കൂ, ജനാധിപത്യത്തിൽ ഒരു MLAയോ MPയോ ആരാകണമെന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തിൽ MLAയോ MPയോ ഒന്നുമല്ലാത്ത പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ പോയി ഇരുന്നാൽ മാത്രമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിന്നാണ് അവസാനത്തെ വാക്ക്. അതൊരു ജനാധിപത്യ സമൂഹത്തിനകത്ത് ഇങ്ങനെ ഒരു വിഷയമുണ്ട് എന്ന് പറയുമ്പോൾ ഐക്യത്തെയാണ് കാണിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് എന്താണ് കാര്യം? നിങ്ങൾ പുറത്തല്ലേ നിൽക്കുന്നത്? ഒരിക്കലും ആണോ? എന്തൈക്യം? മതത്തിന് കീഴടങ്ങുന്നു കേരളം. കൊടപ്പനക്കൽ തറവാടിന്റെ നോക്കൂ, സെയ്ദ് ഫാമിലി യമനിൽ നിന്ന് വന്നു. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഈ മലബാർ ഒരുക്കി കൊടുത്തു. വളരെ സൗഹാർദ്ദപരമായിട്ട് അവർക്ക് ആവശ്യമായ എല്ലാ മുസ്ലിം മത പരിവർത്തനത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താണ് സാമൂതിരി. അവിടെ വന്നുകൊണ്ട് ഒരു മതമേലധ്യക്ഷൻ ജനാധിപത്യത്തിന്റെ മേൽ ഇവിടെ വന്നിരുന്ന് കൊടപ്പനക്കൽ തറവാട് ഇവിടുത്തെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുമ്പോൾ അത് ജനാധിപത്യ വിരുദ്ധമാണ്, ഇവിടെ ഒരു പ്രത്യേക രീതിയാണ് ഉള്ളത് എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? നിങ്ങൾ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടട്ടെ, നിങ്ങളെ അങ്ങോട്ട് തെരഞ്ഞെടുക്കുന്നില്ലല്ലോ, എന്താ ചെയ്യുക? അങ്ങനെയാണോ? അതാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. എവിടെ പോയിട്ടാണ് ഈ പ്രസംഗം? ആരോടാണ് ഈ പ്രസംഗം? നേരത്തെ തള്ളിക്കളഞ്ഞതാണ് ഈ നിലപാടുകൾ. അവിടുത്തെ ഈഴവ സമുദായം തള്ളിക്കളഞ്ഞ നിലപാടുകളാണ്. അവിടെ പോയിട്ട് ഇത് പറഞ്ഞാൽ ആളുകളെ കിട്ടുമെന്നുള്ള തെറ്റിദ്ധാരണയിൽ നിന്ന് വരുന്നതാണ് പ്രസംഗം. ശ്രീ സജീവൻ ചൂണ്ടിക്കാണിച്ചില്ലേ? ഇനിയിപ്പോ ലീഗിനെ പറഞ്ഞ ലീഗ് പ്രതിനിധി മറുപടി പറയട്ടെ. ശ്രീ നജീബ് കാന്തപുരം കേട്ടല്ലോ. മലബാറിൽ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.